മച്ചാമാർക്കും മിസ്റ്റർ മേസ്തിരിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു മസാല ചായ. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എനിക്കെന്തായാലും ചായ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരെയും വീട്ടിലുണ്ടാക്കുന്ന ചായ പലതും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചായയാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ ചായ കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് കറുകപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു. അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ വയനയിലയാണ്, അതായത് ബേ ലീഫ്. നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഞാൻ പച്ചയായിട്ടാണ് ഇടുന്നത്, ഉണക്ക കിട്ടും. അപ്പോൾ ഉണക്ക ഇട്ടാലും മതി. നമ്മളിതെല്ലാം ഇട്ടതിന് ശേഷം തീ ലേശം ഒന്ന് കുറച്ച് വയ്ക്കണം, മീഡിയം ഫ്ലെയിമിലിടണം. നല്ല രീതിയിലൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കാം. ഞാൻ ഇലത്തേയിലയാണ് ഇടുന്നത്, അപ്പോൾ ഇലത്തേയിലാണെങ്കിലാണ് കുറച്ചുകൂടെ നല്ലത്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി ഒന്ന് ചായ കുടിച്ചു നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ ഇത് 3 ഗ്ലാസ് ചായക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം തന്നെ എടുത്തിരിക്കണം. അപ്പോൾ നമ്മുടെ തേയില നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാൽ, 1 ഗ്ലാസ് പാലാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ പാൽ ഒഴിക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചായ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു 1-2 മിനിറ്റോളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ചായ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. എൻ്റെ പൊന്നുമോനെ ഒന്നും പറയാനില്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് 3 ഗ്ലാസ് ചായക്കുള്ള വെള്ളമാണ് ഒഴിച്ചത്, അതായത് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് പാലൂടെ ആകുമ്പോഴത്തേക്കും 4 ഗ്ലാസ് ആവും. പക്ഷേ അത് തിളച്ച് വറ്റിയൊക്കെ വരുമ്പോഴത്തേക്ക് കറക്റ്റ് 3 ഗ്ലാസ് ആവും. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് സ്പൈസസ് ഇഷ്ടമുള്ള എണ്ണം, നിങ്ങളുടെ കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർക്കാം. ഞാനകത്ത് 3 ഏലയ്ക്ക, 3 ഗ്രാമ്പു, കറുവപ്പട്ടയാണ് എടുത്തത്. പക്ഷേ ഇതിനകത്ത് ചേർക്കേണ്ട രീതി എന്ന് പറയുന്നത്, അതായത് വെള്ളം തിളച്ചതിന് ശേഷം മാത്രം സ്പൈസസ് ആഡ് ചെയ്യുക. തേയില ആഡ് ചെയ്തതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യുക. പാലൊഴിച്ചതിന് ശേഷം പഞ്ചസാര ആഡ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.